അതെ, ഞാൻ എൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ട് ഒരു കാഴ്ച കാണിച്ചു തരാം. ദൂരമാണെങ്കിൽ തുറയണമില്ല കേട്ടോ, സന്തോഷമുള്ളൊരു കാര്യമാണ്. ടാൻ ഇത് കണ്ട. അങ്ങനെ ന്യൂ ജേഴ്സിയിൽ ഈ വർഷത്തെ ആദ്യത്തെ മഞ്ഞുമഴ പെയ്തു. കണ്ടോ, എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. അയ്യ, പക്ഷെ കാണാതപ്പോൾ ഭംഗി പോലെയൊന്നും അല്ല കേട്ടോ. ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അത്ര രസമൊന്നുമില്ല. എന്തൊരു തണുപ്പാണെന്ന് അറിഞ്ഞാൽ. അതുപോലെ തന്നെ ആ കാറ്റിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. എന്തായാലും കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ്ടോ മഞ്ഞുമഴ കാണുന്നത്. ഇതൊക്കെ മുമ്പ് കണ്ടിട്ടുള്ളവർക്കൊന്നും അത്ര വലിയ ഒരു അത്ഭുതമൊന്നും തോന്നൂല. എന്താണ് ഈ പെണ്ണ് കാണിക്കണേന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ എനിക്കെന്തായാലും ഇത് വളരെ അത്ഭുതവും ആകാംക്ഷയും നിറഞ്ഞ കാഴ്ചകളൊക്കെയാണ്. എന്ത് ശക്തമായിട്ടാണ് ഇത് പെയ്യണേന്ന് അറിഞ്ഞാൽ. ഞാൻ ബാൽക്കണിയുടെ ഡോറൊക്കെ അടച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം വെച്ചാൽ നല്ല ശക്തിയാണ് കേട്ടോ. ഏകദേശം അരമണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു മഞ്ഞുമഴ. പക്ഷേ അപ്പോഴത്തേനും അത് തീർന്നിട്ടുണ്ടായിരുന്നു. വളരെ പ്രതീക്ഷിക്കാതെ പെയ്ത ഒരു മഞ്ഞുമഴയാണ്. രാവിലെ ആയിരുന്നു കേട്ടോ ഈ സംഭവം. പിള്ളേരൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി നിൽക്കണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ ദിവസവും നോക്കിയിരിക്കും, ഇന്ന് പെയ്യോ എന്ന് പറഞ്ഞാൽ. പക്ഷേ എങ്കിൽ പെയ്തിട്ടുണ്ടായിരുന്നില്ല. പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പോയ സമയത്തായിരുന്നു ഈ ഒരു സ്നോഫോൾ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ എന്താ പറയുക, ന്യൂ ജേഴ്സിയിൽ വേറെ ഏതെങ്കിലും ഭാഗത്തൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഹിൽസ് ബ്രോയിലാണ് ഞങ്ങളുള്ളത്. അവിടെയാണ് ഈ ഒരു സ്നോഫോൾ ഉണ്ടായിരുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നല്ലേ, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഇത് അധികം വലിയമായിട്ടുള്ള ഒരു മഞ്ഞുമഴയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഒരു ചെറിയ സാമ്പിൾ വെടിക്കെട്ട്. ഇനി വരാനിരിക്കണല്ലേ ഉള്ളൂ. ഇതിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മഞ്ഞും കാര്യങ്ങളൊക്കെ. എന്തായാലും കാത്തിരുന്ന് കാണാമല്ലേ. അപ്പം ഞാനിതിങ്ങനെ കണ്ടപ്പോഴേ ജസ്റ്റ് ഇതൊന്ന് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ച്. എനിക്കിൻ്റെയൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കത് എത്രമാത്രം സന്തോഷം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കൊള്ളാമല്ലേ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇങ്ങനെ മഞ്ഞ് സാധാരണ നമ്മൾ മഴ പെയ്യണൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, മഞ്ഞുമഴ ആദ്യമായിട്ടാണ് പെയ്യണത്. അതേ നമ്മുടെ ബാൽക്കണിയിലൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ ആകെ ഐസ് ഇങ്ങനെ ഇതായി നിൽക്കുകയാണ്. സാധാരണ മഴ പെയ്താൽ പോലും ഇങ്ങനെ വെള്ളം കയറൂല കേട്ടോ. ഇതിപ്പോൾ മഞ്ഞുമഴ പെയ്തപ്പോൾ ആകെ മഞ്ഞായി. ഇതിൻ്റെ ആ സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. ആ ഒരു മഞ്ഞിങ്ങനെ വീഴണേൻ്റെ ആ ഒരു സൗണ്ട്. എന്തായാലും ഞാനതൊന്ന് നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഇവിടെയുള്ള പുല്ലുമ്മലൊക്കെ ഇങ്ങനെ വെളുത്ത ഇങ്ങനെ പൊടി പോലെ ഇങ്ങനെ കിടക്കണേണ്. ഇങ്ങനെ വലിയ മഞ്ഞൊന്നും ഇല്ലാത്ത കാരണം അത്ര വലിയ അങ്ങനെ വെളുപ്പൊന്നുമില്ല. ഇങ്ങനെ ഫുള്ള് മൂടിയൊന്നും അല്ല കിടക്കണത്. ജസ്റ്റ് ചെറിയ രീതിയിലാണ് പെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും കാണാനൊരു ഭംഗി. ആദ്യമായിട്ടല്ലേ നമ്മളിതൊക്കെ കാണുന്നത്, അതാണ്. ഇത് നല്ല കാറ്റോടു കൂടിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല കാറ്റായിരുന്നു. ഇതിൽ വീഡിയോയിൽ നിങ്ങൾക്കത് എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നല്ല കാറ്റ് തന്നെയായിരുന്നു. ഇവിടെ കാലാവസ്ഥകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലകളൊക്കെ കൊഴിയണ ഒരു സമയമാണ്. അതിന് ശേഷം മഞ്ഞിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യണേന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മഞ്ഞ് പെയ്തു. ഇതിപ്പോൾ അങ്ങനെ ഡെയിലി ഒന്നുമില്ല കേട്ടോ. ആകെ ഒരു അരമണിക്കൂർ ഇത് പെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഓടി വന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. പിന്നെ മഞ്ഞ് ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനിയും ഇതിൽ കൂടുതലൊക്കെ മഞ്ഞുകൾ വരുമല്ലോ. അപ്പോൾ ഒക്കെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ കാലാവസ്ഥകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരും. നല്ല തണുപ്പാണ് ഇപ്പോൾ. -4, 6, 11 അതിലേക്കൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാറി മാറിയാണ് വന്നത്. ഇങ്ങനെ സ്ഥിരതയില്ല തണുപ്പിന്, അതാണ് പ്രശ്നം. എന്തായാലും പുറത്തേക്കൊക്കെ ഇറങ്ങാനൊക്കെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ തണുപ്പ് കൂടിയിരിക്കണോണ്ടട്ടെ. അല്ലെങ്കിലും തണുപ്പ് തന്നെയാണ്. മഞ്ഞിപ്പോൾ ആദ്യമായിട്ടാണല്ലോ പെയ്തത്. ഇതിപ്പോൾ നമ്മുടെ റൂമിൽ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വേറൊരു സൈഡിലായിട്ടുള്ളൊരു വ്യൂ ആണ്. ഇവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ ഇൻട്രോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ആകെ എന്താ പറയുക, കരിമ്പന്തോട്ടത്തിൽ ആന കയറിയ പോലത്തെ ഒരു അവസ്ഥയല്ലേ. ഒരില പോലും ഇല്ലാണ്ട് ആകെ ഒരു വെളുത്ത് എന്തോ മാതിരി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുന്ന പോലത്തെ ഒരു പ്രതീതിയല്ലേ. ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോഴത്തേനും ഒരു കളറില്ല. മൊത്തത്തിലൊരു വെളുത്തും ബ്ലാക്കും ഒക്കെ കൂടിയുള്ളൊരു കളറ്. ഇതിപ്പോൾ നമ്മുടെ ഗ്ലാസ് ഞാനിങ്ങനെ താഴ്ത്താതെയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം വെച്ചാലേ ഗ്ലാസ് പൊക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ മഞ്ഞ് നമ്മുടെ റൂമിലേക്കൊക്കെ കയറും. അതുകൊണ്ട് ഞാൻ
ഗ്ലാസ് ഇങ്ങനെ താഴ്ത്തി തന്നെ വെച്ചേക്കണം. ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ മഞ്ഞുകൾ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ നല്ല തണുപ്പുമായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ ഗ്ലാസ് പിന്നെ അങ്ങനെ തന്നെ വെച്ച് എന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്നിട്ട് കാണുന്നൊരു വ്യൂ ആണ്. ഇപ്പുറത്തെ സൈഡിൽ കുറേ അപ്പാർട്ട്മെൻറ്റുകളും ചെറിയൊരു കാടൊക്കെ ആയിരുന്നു മുമ്പ്. ഞാൻ മുമ്പ് നിങ്ങളൊരു കാടൊക്കെ കാണിച്ചിട്ടില്ലേ, ആ സ്ഥലം ഉണ്ട് ഇത്. ഇപ്പോൾ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ഇതേ അരമണിക്കൂറിന് ശേഷം ഈ സ്നോഫോളൊക്കെ നിന്നിട്ടുണ്ട്. എന്നിട്ടുള്ളൊരു വ്യൂ ആണ്. അങ്ങനെ വലിയൊരു ഇതൊന്നും ഇങ്ങനെ മഞ്ഞൊന്നും കാണുന്നൊന്നും ഇല്ലെങ്കിലും പക്ഷേങ്കിൽ ഇത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ ചെറിയൊരു വെളുപ്പൊക്കെ ഉണ്ട് കേട്ടോ താഴെ. അതായത് ഈ പുല്ലേലൊക്കെ വെളുപ്പായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വണ്ടിയും കൊണ്ട് പോണ ആ വഴികളൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഫുള്ള് വെളുത്തിരിക്കണ കാണാം. കാറിൻ്റെ മേളിലൊക്കെ വെളുത്ത് ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇത് നോക്കിക്ക്, ആ ചെടിയും ആ പുല്ലൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ ഫുള്ള് ഇങ്ങനെ വെളുത്ത പൊടി വിതറിയ പോലെ അല്ലേ, ഫുള്ള് വെളുത്തിരിക്കണം. ഇത് അരമണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഒരു മണിക്കൂറും കൂടി കഴിഞ്ഞപ്പോഴത്തേനും ഇതെല്ലാം അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. നല്ല വെയിലൊക്കെ വന്നായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ മഞ്ഞുമഴ പെയ്തോന്ന് പോലൊരു സംശയമായിരുന്നു. ആ ഒരു രീതിയിലാണ് ഈ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും പിള്ളേർ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ ഒന്നും കാണാനില്ല. എന്തായാലും ഈ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.